ഹായ് ഹലോ മുത്തുമണീസ്, ഗുഡ് മോർണിംഗ്. വെളുപ്പാരാവിലെ 4:45 എഴുന്നേറ്റ് സീനാണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്നത്. ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുവാണ്. എന്തെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് രാവിലെ ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട്. നമ്മുടെ ശുണ്ടാപ്പി കാരണമാണ് എനിക്കിപ്പോ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എന്തായാലും രാവിലെ പോയേ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ എഴുന്നേറ്റത്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും എന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും മുത്തുമണീസ്. പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പെട്ടുപോയിരിക്കുകയാണ്. എന്തായാലും ഇനി എല്ലാ ദിവസങ്ങളിലും ഈ ടൈമിൽ ഞാൻ എങ്ങനെ എഴുന്നേക്കുമെന്നാണ് ആലോചിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം അമ്മ രാവിലെ എഴുന്നേറ്റ് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയെന്ന് കാണാം. രാവിലെ തന്നെ അതായത് നമ്മൾ 4:45 എഴുന്നേറ്റു. ശുണ്ടാപ്പീനെ കറക്കുവാണ് കേട്ടോ. അപ്പം ഇനി ഇത് സൊസൈറ്റിയിൽ കൊണ്ടുപോകണം. അതാണ് എനിക്ക് ടാസ്ക് ആയിട്ടുള്ള പണി. അപ്പൊ മുത്തുമണീസ്, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മുത്തുമണീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ശുലോപ്പിത ഇവിടെ ഒരു മൂലയ്ക്ക് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ചുട്ടുമണിയും കുട്ടുമണിയും അപ്പുറത്ത് വശത്ത് കിടപ്പുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുത്തുമണീസ്. അവർക്കൊന്നും ഉറക്കമില്ലാത്ത രാവിലകളാണ് ഇനി മുതൽ കണി കാണാൻ പോകുന്നത്. നമ്മുടെ കുട്ടുമണീസ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അവളും പാല് കറക്കുന്നുണ്ട്. നേരം പരപരാന്ന് വെളുക്കുന്നതേ ഉള്ളൂ മുത്തുമണീസ്. ഇതാണ് പുറം കാഴ്ചകൾ. ഞാൻ പുറത്തിറങ്ങിയിട്ടൊന്ന് കാണിക്കുന്നതാണ് കേട്ടോ. നല്ലതുപോലെ നേരം വെളുത്തില്ല. ഇവിടെ ഇവിടെ ഒരു കുഴിയിൽ കരയുന്ന ശബ്ദം കേൾക്കുന്നു. വെറുതെ നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ രാവിലെ അരി എടുപ്പത്തിട്ടേക്കുവാണ്. തീ കളകളം കത്തുന്നുണ്ട്. ഇപ്പതാ നേരം കുറച്ചുകൂടി പരപരാന്ന് വെളുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ക്രിസ്മസ് പുൽക്കൂടല്ല, ഇതാണ് ഞങ്ങളുടെ കളി. അവിടെ നമ്മുടെ ശുലോപ്പി തിരക്കിലാണ്. ഇവിടെ നമ്മുടെ കുട്ടുമണി കുറേ നേരം കളിയോട് കളിയായിരുന്നു. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. അവക്ക് രാവിലെ ചാർജ് ആയതിൻ്റെ ഒരു എനർജിയാണ് ഇനി മുഴുവനും കാണിക്കാൻ പോകുന്നത്. ഇവിടെ നേരം പരപരാന്ന് പുലർന്നിരിക്കുന്നു. നോക്കി, ആകാശമൊക്കെ നല്ല വെളുത്തിട്ട് കാണാം. ശുലോപ്പിത ഇവിടെ റീചാർജ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം അവക്കും കൂടി റീചാർജ് ചെയ്തിട്ട് കുറച്ചൊന്ന് എനർജി ആവാൻ വേണ്ടിയിട്ട് ചാർജിങ് കഴിഞ്ഞ ഒരാൾ എനർജറ്റിക് ആയിട്ട് ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ അവക്കും ഒരു ആവേശം. അങ്ങനെ പാലെല്ലാം കറന്നു കഴിഞ്ഞ് ഞാൻ സൊസൈറ്റി കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി വണ്ടിയിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് സൊസൈറ്റി കൊണ്ടുപോകാനുള്ള പാല്. ഇപ്പം നല്ലതുപോലെ നേരം പുലർന്നിട്ടുണ്ട്. ഈ സമയത്തെ പോവാൻ പറ്റുള്ളൂ. ഇപ്പം ഏകദേശം 6:17 ആയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ റോഡിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു സീനാണ് മുത്തുമണി. കാണുന്നത്. ഇനി കുറേ ഷോയൊക്കെ കാണിച്ചിട്ട് പോകാമെന്ന് കരുതി. ഈ റോട്ടിലൊന്നും ഒറ്റ കുഞ്ഞുങ്ങളില്ല മുത്തുമണി. വിജനതയിൽ നിൽക്കുന്ന റോഡാണിത്. വിജനതയിൽ പാതി വഴിയിൽ വന്ന് നിൽക്കുകയാണ് ഞാൻ. ഇനി കുറേ കൂടി പോകാനായിട്ടുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഞാൻ ഇടയ്ക്ക് വന്ന് റീൽസ് ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. ഈ റോഡ് നേരെ അങ്ങ് പോകണം. അപ്പം ഞാൻ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് ആ റോഡ് കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനിൽ ഇവിടെയും വിജനതയിലുള്ള റോഡാണ്. ഇവിടെയും വലിയ തിരക്കൊന്നും കാണുന്നില്ല ഈ സമയത്ത്. അപ്പം ഈ റോഡിന്റെ സീൻ ഇതാണ്. ഇനിതാ ഞാൻ അവിടെ നിന്ന് നേരെ നമ്മുടെ സൊസൈറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സൊസൈറ്റി. നമ്മുടെ പാല് കൊടുക്കുന്ന ക്ഷീരോത്പാദക സംഘം. എൻ്റെ പാല് ഒഴിച്ചു കഴിഞ്ഞു. 3:5 3:4 എഴുതണം കേട്ടോ. പോട്ടല്ലേ സാമ്പിളും പോട്ടോ.
അപ്പൊ ഇത് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ ടാറ്റ ബൈ ബൈ പറയാൻ പോകുകയാണ് മുത്തുമണീസ്. ദാ ഇവിടെ ആരും പാല് വാങ്ങാനായിട്ട് വന്ന് നിൽക്കുന്നു. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഞാൻ വീടെത്തിയിരിക്കുന്നു മുത്തുമണീസ്. വീടെത്തിയപ്പോഴുള്ള എൻ്റെ അവസ്ഥയാണിത്. നല്ല ഉറക്കക്ഷീണം മുഖത്ത് കാണാൻ പറ്റുന്നില്ല അല്ലേ മുത്തുമണീസ്. മുഖമൊക്കെ വിളറി വീങ്ങിയിരിക്കുന്നു. അതിനുശേഷം ഞാൻ പിന്നെ നേരെ എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ട് രാവിലത്തെ കാപ്പിക്കുള്ള മാവ് പുട്ടിന് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗോതമ്പ് പുട്ടാണ് നമുക്ക്. പുട്ടിനുള്ള മാവ് കുഴച്ചു വെച്ചു. പിന്നെ തേങ്ങ ചിരകി വെച്ചു. പുട്ടുകുടം അടുപ്പത്ത് വെച്ചു. അപ്പം ഇനി തിളച്ചിട്ട് വെക്കുക. വെള്ളം ഏകദേശം തിളച്ചു കഴിഞ്ഞു. ഇനി ഞാൻ മാവെടുത്ത് റെഡിയാക്കാൻ പോവുകയാണ്. ഇത്രയും സമയമായിട്ട് എന്തേ മുത്തുമണീസ് പുട്ടിന് ആവി വന്നില്ല? ഇതുവരെ ആവി വന്നില്ല. ഇതെന്തൊരു പാട്. ഇനി ഇപ്പൊ വരും. നമുക്കൊന്നും കൂടി തീയൊന്നിട്ട് നോക്കാം. ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. നോക്കിയപ്പോഴത്തേക്കും പുട്ടിനാവി വന്നല്ലോ മുത്തുമണി. പുട്ടിനാവി വന്നല്ലോ. ഇനി നമുക്ക് നേരെ ഒന്ന് സെർവ് ചെയ്യാം. പുട്ടെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ ചായ ഇട്ടതിന് ശേഷം രാവിലത്തെ കാപ്പി കഴിക്കാനുള്ള പരിപാടിയിലാണ്. 3 പഴവും പുട്ടും ചായയും. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ചായ കുടിച്ചതിന് ശേഷം പുട്ടൊന്ന് കുഴയ്ക്കാമെന്ന് കരുതി ചായ കുടിക്കും. എന്ത് സുഖം, സുന്ദരം, എന്ത് മനോഹരം. പുറം കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ചായ കുടിച്ചു. അതിനുശേഷം പഴം ഞെവിടി പുട്ട് തട്ടാനുള്ള പരിപാടിയിലാണ് മുത്തുമണി. സാരും കൊതി വിടരുത്. എന്നാ ടേസ്റ്റാ മുത്തുമണീസ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എന്നെ പൊക്കി പറയാണെന്ന് കരുതരുത്. സൂപ്പർ ആയിട്ടുണ്ട് പുട്ടും പഴവും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അത്യാവശ്യം കയ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് തോന്നുന്നതാവാം. പുട്ട് തട്ടിയിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണിക്കാം മുത്തുമണീസ്.
കൊതി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ നിങ്ങളും കൂടി കുറച്ച് കഴിച്ചോ മുത്തുമണീസ്. കഴിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ ഞാൻ കഴിക്കുന്നു. എന്തായാലും എൻ്റെ വയറ് ലോഡാക്കിയതിന് ശേഷം ബാക്കി കാണിക്കണ്ട. ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റാണ് മുത്തുമണീസ്. പുട്ട് ഇഷ്ടമുള്ളവരാതൊക്കെ ഉണ്ട്. എനിക്ക് ഗോതമ്പ് പുട്ട് അത്ര ഇഷ്ടമല്ല. എന്നിരുന്നാലും വിശപ്പ് കൊണ്ട് കഴിക്കുന്നു എന്നേ ഉള്ളൂ. എനിക്ക് ഗോതമ്പ് പുട്ട് അത്ര ഇഷ്ടമല്ല. എനിക്ക് അരിപ്പുട്ടാണ് ഒത്തിരി ഇഷ്ടം. പുട്ടെല്ലാം തട്ടിത്തീർന്നതിന് ശേഷം ഞാൻ ചായ തട്ടുന്നുണ്ട്. ഇനി ചായയും ഞാൻ പുറം കാഴ്ചകളെ കണ്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ആ റോഡിൽ പോണവരെയൊക്കെ വായി നോക്കി ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കട്ടെ മുത്തുമണി. ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ ചായ കിട്ടിയാലും കുടിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചായയും പുട്ടും ഫിനിഷ് ആയിരിക്കുകയാണ് മുത്തുമണീസ്. എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. അതിനുശേഷം ഞാൻ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ കുട്ടുമണിയും നമ്മുടെ ശുലോപ്പിയും കൂടെ എന്തൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഭയങ്കര കളിയിലാണ്. കുറച്ചു നേരം ഇനി അവരുടെ കളിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. കുട്ടുമണി 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 ഇപ്പൊ തിന്നു. ഇപ്പൊ നീ തിന്നു. നീ എന്നെ മൊത്തം ഇപ്പൊ തിന്നു. പിന്നെ കുട്ടുമണി ഡി കുട്ടുമണി ഏയ് കുട്ടുമണി തിന്നാണ് നമ്മളെ എടുത്തോട്ട് തിന്നാണ്. പിന്നെ പേടി പിന്നെ ഭയങ്കര പേടിയാണ്. കുട്ടുമണിക്ക് പേടിയാണ്. കുട്ടുമണിക്ക് ചായ ഇട്ടതിന്റെ ബാക്കി പാലിരിപ്പുണ്ടായിരുന്നു കേട്ടോ, തിളപ്പിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതങ്ങ് കുടിക്കാമെന്ന്. അപ്പൊ നേരത്തെ കഴിച്ച കാപ്പിയൊക്കെ ഏകദേശം ഒന്ന് ദഹനമായതിനു ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന നെക്സ്റ്റ് പ്രോഗ്രാമാണ് പാലുകുടി. അങ്ങനെ പാൽ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുത്തുമണി പെട്ടെന്നൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത്. അപ്പം ഞാൻ അതാ പെട്ടെന്ന് തന്നെ പാലെല്ലാം തട്ടി വിടുന്നുണ്ട്. പാത്രങ്ങൾ കുറച്ച് കഴുകാനായിട്ടിരിക്കുന്നു. അപ്പം അതെല്ലാം കഴുകി വെക്കണം. അപ്പം ഇനിയും കുറേ ജോലികളുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രം കഴുകാനായിട്ട് അടുക്കളയിൽ ചെന്ന് എല്ലാ പാത്രങ്ങളും പറക്കി മുറ്റത്തോട്ട് എറിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇത് ഞാൻ എപ്പോൾ കഴുകി തീരുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ അല്ലെങ്കിൽ തന്നെ ഭയങ്കര സ്ലോ ആണ് പാത്രങ്ങൾ കഴുകാനായിട്ട്. ഈ പാത്രങ്ങളെല്ലാം ഫീഡിന് കഴുകി വെച്ചില്ലെങ്കിൽ അവിടെ പെട്ടെന്ന് ഇപ്പം ഞാൻ ഇരിക്കുന്നിടത്ത് പെട്ടെന്ന് വെയിൽ വരുന്ന സീനാണ്. അപ്പം അതുകൊണ്ട് വെയിലെത്തുന്നതിന് മുന്നേ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകി തീർന്നിരിക്കുകയാണ് മുത്തുമണീസ്. അപ്പൊ പാത്രങ്ങൾ കഴുകി തീർന്നപ്പോ നോക്കിയപ്പോ കണ്ടോ, ഒമ്പടാ വെയിൽ വന്നിരിക്കുന്നുണ്ടോ. അതാ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പുളിഞ്ചിക്ക കിട്ടിയിരിക്കുകയാണ്. അമ്മ രാവിലെ പാല് കൊടുക്കാനായിട്ട് കാവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ പുളിഞ്ചിക്ക. ഞങ്ങളുടെ ഇവിടെയൊക്കെ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളൂ. അപ്പം ഇത്രയും പുളിഞ്ചിക്കയുണ്ട്. ഇനി കറിയിലിടണം, അച്ചാർ വെക്കണം. ഇനി മീൻ മേടിച്ചാൽ ഫുള്ള് പുളിഞ്ചിക്കയുടെ കളിയാണ് മക്കളെ. അപ്പൊ ഇത്രയും പുളിഞ്ചിക്കയുണ്ട്. കണ്ടിട്ട് തന്നെ കൊതിയാകുന്നു. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് എൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള മാവിൽ നിന്ന് കിട്ടിയ മാങ്ങ, കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഈ മാങ്ങ ഞാൻ എടുത്തങ്ങ് ജ്യൂസ് തട്ടി മക്കളെ. അപ്പൊ ജ്യൂസ് തട്ടിയതിൻ്റെ പകർപ്പാണ് ഈ ഇരിക്കുന്നത് മുത്തുമണീസ്. അപ്പം ഇവനെ ഞാനൊന്ന് തട്ടട്ടെ. നല്ല നാടൻ മാങ്ങയുണ്ട്, നല്ല അടിപൊളി മധുരമുണ്ട് മുത്തുമണീസ്. ഈ മാംഗോ ജ്യൂസിന് എൻ്റെ സ്ഥിരം സ്ഥലമാണ് ഈ സിറ്റ് ഔട്ട്. അപ്പം ഇവിടെ ഇരുന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത് മുത്തുമണീസ്. അങ്ങനെ ജ്യൂസ് മൊത്തം ഞാൻ തട്ടിക്കഴിഞ്ഞിരിക്കുന്നു മുത്തുമണീസ്. ഇപ്പതാ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുത്തുമണീസ്. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ മുത്തുമണീസ്.